വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMACT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30 അതായത് ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്ര ആദ്യ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു. മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത്. അതുമാത്രമല്ല, മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ്. അതായത് മേടം 1 തീയതി മുതൽ മേടം 10 വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക. മേടം 1 തീയതി മുതൽ മീനം 30 വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത്. സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടക രാശിയിലും കേതു കന്നിരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില. വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം 31 ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം 4 രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും. മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സംക്രമ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ്. അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം. വിഷു സംക്രമ ബലമായി പൂരാട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും. അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും. സ്വസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിയുന്നത് കൊണ്ട് ആശ്വാസവും ആത്മാഭിമാനവും ഒക്കെ തോന്നിപ്പിക്കും. തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും. ഇടവ മാസത്തിൽ കലാ കായിക മത്സരങ്ങൾ, അതേപോലെ ഇൻ്റർവ്യൂ, പരീക്ഷകൾ തുടങ്ങിയവയിലൊക്കെ വിജയിക്കും. ജാതി മത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പൊതുജന പ്രീതിയൊക്കെ നേടിയെടുക്കും. അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരമുണ്ടാകും. മിഥുന മാസത്തിൽ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ വിരോധികളായിത്തീരും. അർഹമായ അംഗീകാരത്തിന് കാലതാമസമൊക്കെ ഉണ്ടാകും. സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും അവിചാരിത ചെലവുകളൊക്കെ വന്നു ചേരും. ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാൻ പലപ്പോഴും രാത്രികാലങ്ങളിൽ കൂടി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വാഹന അപകടത്തിനൊക്കെ ദൃക്സാക്ഷിയാകാനുള്ള ഇടകൂടി വരാനുള്ള യോഗം കാണുന്നുണ്ട്. കർക്കിടക മാസത്തിൽ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമുള്ള സമീപനം കൊണ്ട് ഇത്തരം ഘട്ടങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ കഴിയും. സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ പദ്ധതികൾ തുടങ്ങി വയ്ക്കുവാനും ലാഭാനുഭവങ്ങൾക്കും യോഗമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. മേലധികാരികൾ ചെയ്തു വെച്ച അബദ്ധങ്ങളൊക്കെ ന്യായീകരണം നൽകാനുള്ള നിർബന്ധമുണ്ടാകും. ചിങ്ങമാസത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിലെ അകാരണ കലഹങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല. ഉപരിപഠനത്തിന് ചേരുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമാകും. ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനൊക്കെ സാധിക്കും. കന്നിമാസത്തിൽ
പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. പറയുന്ന വാക്കുകൾ അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ആലോചിക്കുന്ന പ്രവണത ഒഴിവാക്കുക. ചെയ്ത വിഷയങ്ങളൊക്കെ പ്രാവർത്തികമാക്കുവാൻ വിദഗ്ധരുടെ ഉപദേശമൊക്കെ തേടും. പ്രലോഭനങ്ങളിലൊന്നും അകപ്പെടരുത്. തുലാമാസത്തിൽ വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ചതിലുപരി ലാഭമുണ്ടാകുന്നതുകൊണ്ട് വിൽപ്പനയ്ക്കൊക്കെ തയ്യാറാകും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മാർഗതടസ്സങ്ങളൊക്കെ നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കും. അസുഖങ്ങളുടെ ഗുരുതരാവസ്ഥ തരണം ചെയ്ത് പ്രവർത്തന രംഗത്തിൽ വ്യാപൃതനാകും. കുടുംബാംഗങ്ങളിൽ ചിലരുടെ മൗഢ്യ മനോഭാവം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിലും അവനവൻ്റെ തെറ്റുകൊണ്ടല്ല എന്ന് സമാധാനപ്പെടുകയാണ് വേണ്ടത്. വൃശ്ചിക മാസത്തിൽ വിനയം, ക്ഷമ, ആദരം, കാര്യനിർവഹണ ശക്തി തുടങ്ങിയവയിലൂടെ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിപ്പിക്കുവാൻ കഴിയും. അവിചാരിതമായ ചെലവുകളാൽ ചിലപ്പോൾ അനാവശ്യമായി കടം വാങ്ങേണ്ടതായിട്ടൊക്കെ മഹാന്മാരുടെ ആശയങ്ങൾ സ്വീകരിച്ച് സ്വന്തം നിലപാടിൽ വേണ്ട മാറ്റം വരുത്തുവാനൊക്കെ തയ്യാറാകും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. ധനുമാസത്തിൽ പൂർവിക സ്വത്തൊക്കെ രേഖാപരമായി ലഭിക്കും. ബന്ധുവിൻ്റെ സമീപനത്തിൽ അതൃപ്തി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത്. സുപ്രധാന കാര്യങ്ങളിലൊക്കെ അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസമൊക്കെ തന്ത്രപൂർവ്വം പരിഹരിക്കാൻ സാധിക്കും. അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവുമുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവും ഒക്കെ സ്വീകരിച്ച് പുതിയ കർമ്മ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യും. മകരമാസത്തിൽ പുനർപരീക്ഷയിലൊക്കെ വിജയശതമാനം കൂടും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. അതിലൂടെ പ്രവർത്തനക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമൊക്കെ കണ്ടെത്തും. ഉന്നത അധികാരം ലഭിച്ചതുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനൊക്കെ തയ്യാറാകും. കുംഭമാസത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാര, വിപണന, വിതരണ വ്യവസായങ്ങളൊക്കെ തുടങ്ങും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. കഴിഞ്ഞ വർഷം ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുവാൻ അവസരമുണ്ടാകും. ഏറ്റെടുത്ത കരാർ ജോലി പൂർത്തിയാക്കി പുതിയ ജോലിയൊക്കെ ഏറ്റെടുക്കും. മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കും. മീനമാസത്തിൽ സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകും. വലിയ വാഹനം വാങ്ങുവാനും അവസരമുണ്ടാകും. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് ഉത്തമം. ഗൗരവമുള്ള വിഷയങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ സഫലമാകും. പൊതുവെ ഈ വർഷത്തെ വിഷുബലം ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.